ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. 2000 വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ഈജിപ്തിലെ ക്ലിയോപാട്ര എന്ന രാജകുമാരിക്ക് വേണ്ടി അവൾ പ്രണയിച്ച ഒരു രാജാവ് ഒരു സമ്മാനം നൽകി. 3 മുട്ടകൾ. സ്വർണം കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിച്ച ആ മുട്ടയുടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 2000 കോടി രൂപയുടെ മുകളിൽ വരും. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഉണ്ടാകുമ്പോൾ അതെടുക്കാനായിട്ട് അതിന്റെ പിന്നാലെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. ഉണ്ട്, ഒരു കള്ളൻ, ഒരു കള്ളത്തി, പിന്നെ ഒരു പാവം FBI ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ റോക്ക്. പാവം റോക്ക് അതിൽ വന്ന് പെട്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു രക്ഷയില്ലാതെ റോക്കും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു നിധിവേട്ടയും അതുപോലെ തന്നെ നല്ല മോഷണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ റോക്ക് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയണ്ടല്ലോ, ഒരു ഫണ്ണായിരിക്കും സിനിമ എപ്പോഴും. ഓക്കെ, അതുപോലെ കഥയുടെ അവസാനം ചില ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തില് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിയുടെ പേര് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും, ക്ലിയോപാട്ര. ആ സമയത്ത് ഗ്രീസിലുണ്ടായിരുന്ന ഒരു ചക്രവർത്തിയുമായിട്ട് ക്ലിയോപാട്ര ഭയങ്കരമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു. അയാളുടെ പേര് ആന്റണി എന്നാണ്. പക്ഷെ ഇവരുടെ ഒരു പ്രണയം അത് പൂർത്തിയായില്ല. രണ്ടുപേരും എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ക്ലിയോപാട്രയെ ആന്റണി ഇതുപോലെ പ്രണയിച്ച സമയത്ത് അവൾക്കൊരു 3 മുട്ടകൾ സമ്മാനം നൽകിയായിരുന്നു. അത് ചെറിയൊരു സമ്മാനമൊന്നും ആയിരുന്നില്ല. ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം, വൈഡൂര്യം, രത്നങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ്. അതായത് അതിന്റെ ആ ഒരു മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല, അത്രയും വിലപിടിപ്പുള്ളൊരു സാധനം. എന്തായാലും ഇവര് രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അതായത് ആ 3 വിലപിടിപ്പുള്ള മുട്ടകളും ഇന്ന് എവിടെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ ആ ഒരു മുട്ടകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ക്ലിയോപാട്ര കൊടുത്ത മുട്ടയുണ്ടല്ലോ, അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് രണ്ടാമത്തേത്. രണ്ടാമത്തേതിനേക്കാൾ വളരെയധികം എക്സ്പെൻസീവ് ആണ് മൂന്നാമത്തേത്. നൂറ്റാണ്ടുകളോളം ഈ ഒരു കഥ അങ്ങനെ പാടി നടക്കുന്നുണ്ട് കേട്ടോ പല ആൾക്കാരും. പിന്നീട് കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ 19ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ വെച്ച് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള 2 മുട്ടകൾ കിട്ടുകയാണ്. കഥകളിൽ പറഞ്ഞ ആ മുട്ടയുണ്ടല്ലോ, അത് തന്നെയാണ് ഇതെന്ന് നല്ല സംശയമുണ്ട്. അതിലിപ്പോ ഒരെണ്ണുള്ളത് ഈജിപ്തിലെ മ്യൂസിയത്തിലാണ്. രണ്ടാമത്തേതുള്ളത് ഒരു വെപ്പൺ ഡീലറുടെ കയ്യിലാണ്. അത് വളരെ സീക്രട്ട് ആയിട്ടാണ് കേട്ടോ. എങ്ങനെയോ അയാളുടെ കയ്യിൽ എത്തിപ്പെട്ടതാണത്. ഇനി മൂന്നാമത്തേത് അത് കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും ഒരു കോൺസ്പിറൻസി ആയിട്ട് മാറുകയാണ്. അതായത് അന്ന് ആ 2 കണ്ടുപിടിച്ചപ്പോൾ തന്നെ മൂന്നാമത്തെയും കിട്ടിയിട്ടുണ്ട്, എന്നാൽ കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് കഥകൾ. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നൊക്കെ കഥ മുന്നോട്ടേക്ക് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. സോ ഇതിനുശേഷം നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണ്. ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, ഇത് അടിച്ചു മാറ്റുന്നതിലാണ് ഇവന്റെ കിക്ക്. സോ ഈജിപ്തിലെ ആ മ്യൂസിയത്തിലുള്ള ആദ്യത്തെ ആ ഒരു എഗ് എക്സാക്ട്ലി അതുപോലെ തന്നെയുള്ള ഒരെണ്ണം അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള നോളൻ ബൂത്ത്. പിന്നെ ഇയാൾക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവന്റെ പേരിൽ ഒരു റെഡ് നോട്ടീസ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ എന്താണെന്നറിയില്ലേ, നമ്മുടെ നാട്ടിൽ ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ വാണ്ടഡ് നോട്ടീസ് ഉണ്ടാവുമല്ലോ, എന്നാൽ ലോകം മുഴുവനും തേടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് റെഡ് നോട്ടീസ്. അതായത് ഇന്റർപോൾ അടക്കമുള്ള പ്രധാനമായിട്ടുള്ള പലതരം ഏജൻസികൾ ഇവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽപ്പെട്ട ഇന്റർപോളിൽ നിന്നും ഒരു ടീം ഇപ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള റോക്ക്. ഈ സിനിമയിൽ ഒരു ഏജന്റ് ആണ്, ജോൺ എന്ന പേര്. അതുപോലെ തന്നെ അവന്റെ പാർട്ട്ണർ ആയിട്ടുള്ളത് ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ പേര് നോക്കുകയാണെങ്കിൽ ഉർവശി എന്നാണ്. ബിക്കോസ് അവർ ഒരു ഇന്ത്യൻ വംശജയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് നോട്ടീസ് കിട്ടിയ നോളൻ ബൂത്ത് എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനൽ ഉണ്ടല്ലോ, മിക്കവാറും ഇന്ന് ഇവിടുത്തെ ഈ ഒരു എഗ് മോഷ്ടിക്കാനായിട്ട് അവൻ വരും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു മ്യൂസിയത്തിൽ ആള് പറയുന്നത്, സാറേ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഈ ഒരു എഗ് മോഷ്ടിക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റില്ല, കാരണം സെക്യൂരിറ്റി അത്രയും ടൈറ്റ് ആണ്. എന്റെ പൊന്നു സാറേ, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷെ വരാൻ പോകുന്നത് ഒടുക്കത്തെ പുള്ളിയാണ്, വെറുതെ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ടെന്ന് ജോണും പറയുന്നുണ്ട്. ഇല്ല സാറേ, ഒരു സാധ്യതയില്ല, അങ്ങനെ വന്നു പോവാൻ പറ്റില്ല, അത്രയും സെക്യൂരിറ്റി ആണ് ഇവിടെ എന്നൊക്കെ ഇയാൾ വീണ്ടും പറയാണ്. ഇതിനുശേഷം ആ ഒരു എഗ് കാണാൻ അങ്ങോട്ടേക്ക് ജോൺ ഇപ്പൊ ചെല്ലുന്നുണ്ട് കേട്ടോ. പോയ പാട് തന്നെ ജോണിനൊരു സംശയം, ഇത് ഒറിജിനൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു തെർമൽ സ്കാനർ എടുത്തുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ശരിയാണ്, ജോണിന്റെ സംശയം ശരിയാണ്. കള്ളൻ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഇരിക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം ഈ ഒരു തെർമൽ സ്കാനർ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തിളങ്ങണം, എന്നാൽ വെറും കറുപ്പ് കളറായിട്ട് അതങ്ങനെ ഇരിക്കുകയാണ് അവിടെ. എന്നാൽ ഈ ഒരു കാര്യം ഈ ഒരു മ്യൂസിയത്തിന്റെ ആൾക്കാരോട് പറയുമ്പോൾ അവര് വിശ്വസിക്കുന്നില്ല. ഏയ് ഇത് ഒറിജിനൽ തന്നെയാ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. എത്ര കാലമായി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്, നമ്മളങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഇത് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയും കോമൺ സെൻസ് ഒക്കെ നമുക്കുണ്ട്. ഇവന്മാർ ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് മനസ്സിലായി ജോൺ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കോളയുടെ ബോട്ടിൽ മേടിച്ച് ഇത് നേരെ ആ ഒരു എഗ്ഗിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഇതൊരുമാതിരി കോലം മാറുകയാണ് കേട്ടോ. അപ്പൊ തന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായി. സോ കള്ളൻ ഇവിടെ തന്നെയുണ്ട്, പെട്ടെന്ന് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറയണം. ശരിയാണ്, കള്ളൻ ആ ആൾക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു, നോളൻ ബൂത്ത്. സോ ഇവനെ ഇപ്പോൾ പോലീസുകാർ കാണുന്നുണ്ട്, പ്രധാനമായിട്ടും നമ്മുടെ ജോൺ കേട്ടോ. പിന്നീട് ഇവരുടെ ഇടയിൽ ഒരു ചേസിംഗ് നടക്കുന്നുണ്ട്. ആ ഡോർ അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നോളൻ പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പരമാവധി ജോൺ ശ്രമിച്ചെങ്കിലും ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു കള്ളനാണ് ഈ ഒരു നോളൻ. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു ബൈക്ക് കൊണ്ട് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ ഒരു കാർ എടുത്ത് ജോൺ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. സോ നോളൻ
ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 56 മണിക്കൂറുകൾക്ക് ശേഷം ബാലിയിൽ കാണിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്. അങ്ങോട്ടേക്ക് ഈ മുട്ടയുമായിട്ട് നോളൻ ബൂത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ല. എന്തായാലും ഉള്ളിലേക്ക് ഇപ്പോൾ നോളൻ കയറിയിരിക്കുകയാണ്. കയറിയ പാടിനെ സ്വിച്ച് ഇട്ട് നോക്കുമ്പോൾ അവിടെ സോഫയിൽ ഒരാളിരിക്കുന്നുണ്ട്. ആരുമല്ല, നമ്മുടെ ഇന്റർപോൾ ഓഫീസർ ആയിട്ടുള്ള ജോൺ തന്നെ. കണ്ട പാട് തന്നെ നോളൻ ബൂത്തിന് മനസ്സിലായി, ആഹാ മൂഞ്ചി. മാത്രമല്ല ഓൾറെഡി അവിടെ വേറെയും കുറച്ചധികം പോലീസുകാരുണ്ടായിരുന്നു. ആരാണോ ജോണിന് ഇവൻ കക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തത്, അയാൾ തന്നെയാണ് ഇവൻ ഇതേ സ്ഥലത്തേക്കാണ് വരിക എന്നുള്ള ഇൻഫർമേഷനും കൊടുത്തത്. കൈയോടെ പൊക്കി അവസാനം നോളനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ആ എഗ്ഗ് ഇവരുടെ കയ്യിലുണ്ട്. അത് പിന്നീട് ഒരു പെട്ടിയിൽ പാക്ക് ചെയ്തതിനു ശേഷം വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി കൊടുക്കുന്നത് ജോണിന്റെ കയ്യിലാണ്. ജോണും ഇതുപോലെ തന്നെ ആ ഒരു വാഹനത്തിലേക്ക് ഇത് വെക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന മറ്റൊരാള് വളരെ വേഗത്തിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ പ്ലേസ് ചെയ്ത് ഒറിജിനൽ സാധനം എടുത്ത് അയാളുടെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊരു സംശയം തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ ജോൺ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. സാധനമാണെങ്കിൽ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന പോലുമില്ല. എന്തായാലും ആ വണ്ടിയുമായിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് ആ ഒരു എഗ്ഗ് മോഷ്ടിച്ച കള്ളനെ കാണിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ വണ്ടർ വുമൺ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറെല്ലാം അഭിനയിച്ച ആൾ തന്നെയാണ്. അധികം വൈകാതെ തന്നെ ജോണിനും അവന്റെ ആ ഒരു ടീമിനും മനസ്സിലായി ഇപ്പൊ കയ്യിലുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പക്ഷേ അവന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഉർവശിക്ക് നല്ല സംശയം. കാരണം ഉള്ളിലേക്ക് വെക്കാൻ കൊടുക്കുമ്പോൾ അത് ഒറിജിനൽ ആയിരുന്നു, പക്ഷേ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അതെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഉർവശി ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഫുൾ ടീമുമായിട്ടാണ്. അതായത് ഈ രണ്ടാമത് നടന്ന മോഷണത്തിൽ സംശയം ഇപ്പോൾ ഇവർക്ക് ജോണിനെയാണ്. അതുകൊണ്ട് വിളച്ചിൽ ഞങ്ങളുടെ അടുത്തേക്ക് വേണ്ട, അതുപോലെ നിന്റെ പേരിൽ എന്തൊക്കെയോ ചില ഫ്രോഡ് പരിപാടികളും കാണുന്നുണ്ട്. ഇതും പറഞ്ഞ് അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു ജോണിനെയും കൂടെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർപോൾ ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവർക്ക് പല ജയിലുകൾ ഉണ്ടാവും. അതിലൊരു ജയിൽ റഷ്യയിലാണ്. ആ ജയിലിലേക്ക് പിന്നീട് ഇവർ രണ്ടുപേരെയും, അതായത് നോളൻ ബൂത്തിനെയും ജോണിനെയും മാറ്റുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ട് തന്നെയാ തോന്നുന്നു രണ്ടുപേരെയും ഒരേ മുറിയിൽ തന്നെ ഇപ്പോൾ ഉർവശി അടയ്ക്കാനും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് പോയ സമയത്ത് നോളൻ ഒരു ആവശ്യമില്ലാതെ ഇതാ എന്റെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ആളെ അറിയോ, ഇയാളൊരു ഏജന്റ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൂടെയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് വെറുതെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ് ഒരു പോലീസ് ഉള്ളിലേക്ക് വന്നു എന്ന് അറിഞ്ഞാൽ വെറുതെ പോയിട്ട് ഞൊരണ്ടാൻ നോക്കുമല്ലോ. ഇപ്പൊ ആ കൂട്ടത്തിൽ നീ പറഞ്ഞ പോലെ ഒരുത്തും വരുന്നുണ്ട്. ജോണിന്റെ പ്ലേറ്റ്, ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്ലേറ്റ് അവന്റെ ദേഹത്തേക്ക് തട്ടിയിടുകയാണ്. ജോൺ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോളനുണ്ടല്ലോ, ജോണ് ഇത് നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ പ്ലേറ്റോട് കൊടുക്കുകയാണ്. നോളന്റെ ഉദ്ദേശം വേറെയാണേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നോളൻ കൊടുത്ത ആ ഒരു പ്ലേറ്റും ഈ വന്ന ആള് ജോണിന്റെ മേത്തേക്ക് തട്ടിയിടുകയാണ്. രണ്ടു വട്ടായി. അപ്പൊ അവന് ഒന്നായിട്ട് ദേഷ്യം വരും, ഇവിടെ ഒരു ഫൈറ്റ് നടക്കും എന്നൊക്കെയാണ് നോളൻ വിചാരിച്ചത്. എന്നാൽ ജോൺ നല്ല ക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. അധികം വൈകാതെ ആ ഒരു ക്രിമിനൽ ജോൺ എടുത്തിട്ട് കുത്തുന്നുണ്ട്. അപ്പോഴും തിരിച്ചടിക്കാതെ പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അധികം വൈകാതെ പോലീസ് വന്നു രണ്ടുപേരെയും അവരുടേതായ റൂമിലേക്ക് മാറ്റുകയാണ്. ജോൺ വന്ന് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. നന്നായിട്ട് ഇടിയിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യത്തിന് നോളിനിട്ടൊന്ന് കൊടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ പോലീസുകാർ വീണ്ടും വരികയാണ്. നിങ്ങളെ കാണാൻ പ്രധാനിയായിട്ടുള്ള ഒരാൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പൊയ്ക്കുമെന്ന് പറയണം. അപ്പൊ ഇവര് വിചാരിച്ചു വല്ല വാർഡനോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കുന്നു. നേരെ ചെന്ന് നോക്കുമ്പോൾ ഒരു ലേഡിയാണ്. ആ ലേഡി മറ്റാരുമല്ല, ഒറിജിനൽ എഗ് അതടിച്ചു മാറ്റിയ ആ ലേഡി തന്നെ. എല്ലാവരും അവളെ വിളിക്കുന്നത് ബിഷപ്പ് എന്നാണ്. സോ അവളെ കണ്ട വാർഡിന് നോളിന് മനസ്സിലായി, ഓഹോ അപ്പൊ നീയാണല്ലേ അതടിച്ചു മാറ്റിയത്. അതെ ഞാൻ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ചുമ്മാതല്ല, നിങ്ങളുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാനാ. ആ ഡീൽ എന്താന്ന് അധികം വളച്ചുകെട്ടലില്ലാതെ ഞാൻ അങ്ങോട്ട് പറയാം. ഒരേ ഒരു മുട്ട എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള 2 എണ്ണം അതുകൂടി എടുക്കാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഈ 3 കൂടെ വെക്കുകയാണെങ്കിൽ $300 മില്യൺ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 2000 കോടി രൂപയുടെ മുകളിൽ പോകും. അപ്പൊ അതിന്റെ നല്ലൊരു ഷെയർ ഇവർക്ക് കൊടുക്കാന്ന് പറയാണ്. ജോണൊന്നും ഇതിന് സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കുന്നത് വരെ നിങ്ങൾ ജയിലിൽ തന്നെ കിടന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബിഷപ്പ് അവിടുന്ന് പോവാണ്. എന്നാൽ ഇതിനുശേഷം ജയിലിൽ പിന്നീട് ഓരോ പണികളായിട്ട് നോളനും ജോൺ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതിൽ കെട്ടുക, കല്ലടുക്കുക, പാചകം ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതിനിടയിൽ നോളൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ, രക്ഷപ്പെടണ്ടേ. പതിയെ പതിയെ അവന്റെ പ്ലാനിന്റെ കൂടെ ഇപ്പൊ ജോണും നിൽക്കാന്ന് സമ്മതിക്കുകയാണ്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടുകയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് ചാവേണ്ടി വരും. അപ്പൊ അതിനായിട്ട് നോളൻ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന എന്തോ സോപ്പ്, അതുപോലെ തന്നെ വേറെ കെമിക്കൽ, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചെറിയൊരു ബ്ലാസ്റ്റ് അവിടെ നടത്തുകയാണ്. അത് നടക്കാൻ പോകും ഇന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നോളനും ജോണും പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അത് പൊട്ടുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. വേഗം തന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അത്യാവശ്യം നല്ല ഫൈറ്റിംഗ് സ്കില്ലുള്ള ആളാണ്. ജോണ് അറിയണ്ടല്ലോ, ഒരു ഭീമനെ പോലെയാണ്, അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ നോളനാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആണ് അവന്. എന്തായാലും ഈ പോലീസുകാരെ തല്ലി മൂലക്കാക്കിയിട്ട് ഇവരവിടെ നോടുകയാണ്. ഒരു മെയിൻ ഡോറിന്റെ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഇത് തുറക്കണമെങ്കിൽ ഒരു കാർഡ് വേണം. ആ കാർഡ് എവിടെയെന്ന് നോക്കുകയാണെങ്കിൽ അന്ന് ഈ ജോൺ അടിക്കാനായിട്ട് ഈ റഷ്യൻ ജയിലിൽ തന്നെ ഒരു ക്രിമിനൽ വന്നായിരുന്നല്ലോ. അപ്പൊ അവരെ പിടിച്ചു മാറ്റാൻ പോലീസ് വന്നില്ലേ. അപ്പൊ അയാളുടെ കീശയിൽ നിന്നും ഒരെണ്ണം ജോൺ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നെങ്കിലും ഒരാവശ്യം വന്നേക്കെന്ന് കരുതിയിട്ട് എന്തായാലും അത് ഉപയോഗിച്ച് ഈ ഡോറ് തുറന്ന് ഇവർ പുറത്തേക്ക് കടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ മഞ്ഞും പെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡോറ് മാത്രം തുറന്നാൽ പോരാ, മെയിൻ ആയിട്ടുള്ള വേറൊരു ഡോറ് കൂടെ ഉണ്ട്. അത് തുറക്കാൻ എന്തായാലും ഇവരെ കൊണ്ട് പറ്റില്ല. സോ ഇവിടെ കുറെ ചുമരുകൾ ഉണ്ടാക്കുന്ന പണി ഇവർക്കായിരുന്നല്ലോ. ഈ കല്ലെല്ലാം അടുക്കി വെച്ച് അത് അടുക്കി വെക്കുമ്പോൾ തന്നെ ഇവർ ചെറിയൊരു പണി കാണിച്ചായിരുന്നു. ഒരു കല്ലിളക്കിയാൽ ബാക്കിയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വരുന്ന രീതിയിൽ. അങ്ങനെ ആ ഒരു കല്ല് ഇവർ വേഗം ഓരുകയാണ്. ആ മതിൽ
ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. പക്ഷേ താഴോട്ട് നോക്കുമ്പോൾ വലിയ കുഴിയാണ്. താഴേക്ക് അങ്ങനെ അത്ര എളുപ്പത്തിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ അരികിൽ ചേർന്ന് ഇവരങ്ങനെ അപ്പുറഭാഗത്തേക്ക് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു പൈലറ്റിനെ എല്ലാം നോളൻ അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. ചിലപ്പോൾ അവൻ ഇതെല്ലാം ഓടിക്കാൻ അറിയായിരിക്കും. ഇതേ നേരം തന്നെ ജോണിന്റെ കയ്യിൽ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന പോലീസുകാരെയൊക്കെ ആ ഗണ്ണ് വെച്ച് ജോൺ തടുത്തോണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ ആ ഒരു ലോക്കിൽ ഷൂട്ട് ചെയ്തപ്പോൾ അത് താഴേക്ക് വീണ് ആ ഭാഗം ക്ലോസ് ആവുകയാണ്. എന്നാൽ ജോൺ അറിയാതെ കുറച്ച് മുകളിലായിട്ട് കയ്യിലൊരു റോക്കറ്റ് ലോഞ്ചറും വെച്ച് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ ജോൺ കണ്ടില്ല കേട്ടോ. ജോൺ ആണെങ്കിൽ ഇപ്പൊ നേരെ ഒരു തൂക്കുപാലത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അങ്ങോട്ടേക്ക് ഇയാൾ ആ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിക്കുന്നുണ്ട്. ആ പാലം തന്നെ പൊട്ടി പോവാണ്. ജോൺ തെറിച്ചു പോയിട്ട് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ കുഴിയിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാൻ ഒരു കയറിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ട് ഞോളും വിചാരിക്കുകയാണ് കുഴിയിലേക്ക് ജോൺ പോയി അവന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. ഇനി ഇവിടെ ജോണിനെയും കാത്തോണ്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഹെലികോപ്റ്ററുമായിട്ട് അവൻ പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും പോലീസുകാർ വരികയാണ്. എല്ലാവരും വന്ന് തുരാന്ന് ഷൂട്ട് ചെയ്യാണ്. ഇതിങ്ങനെ കൊണ്ടോണ്ട് നിന്നാല് ഹെലികോപ്റ്റർ ആകെ പൊട്ടി പണ്ടാരടങ്ങും. സോ ഹെലികോപ്റ്റർ നേരെ തിരിക്കുകയാണ്. ആ ഒരു ഗേറ്റിന്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കിട്ടും തിരിച്ച് ചാമ്പി കൊടുക്കുകയാണ് ഞോളെ. ചെറുപ്പറാന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ മറ്റേ ആ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിക്കുന്നവനുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ജോണ് താഴെ തോന്നിക്കെടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഹെലികോപ്റ്ററിലേക്ക് കയറി വരുന്നത്. അപ്പൊ നീ ചത്തില്ലടാ? ഇല്ലടാ, ഞാൻ ചത്തു എന്ന് കരുതിയിട്ട് നീ പോവാൻ നോക്കുകയാണോ? ആശാന എന്തായാലും വേഗം കയറും, നമുക്ക് സ്ഥലം വിടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു ഹെലികോപ്റ്ററുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ റോക്കറ്റും പിടിച്ചിരിക്കുന്ന അവനുണ്ടല്ലോ, അവൻ വിടുന്ന ഒരു ഉദ്ദേശമില്ല കേട്ടോ. അവൻ നേരെ ഹെലികോപ്റ്ററിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരെണ്ണം വെച്ച് അടിക്കുന്നുണ്ട്. എന്നാൽ അത് എവിടെയാണ് തട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ജോണ് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ രണ്ട് ഭാഗത്തും ഡോർ ഉണ്ടാവുമല്ലോ, രണ്ടും ഒരേ സമയത്ത് ഓപ്പൺ ആക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അവിടെ നിന്ന് വന്ന ഒരു റോക്കറ്റ് ആണെങ്കിൽ വലതു ഭാഗത്തോടെ കയറി ഇടതു ഭാഗത്തോടെ പുറത്തേക്ക് പോയിട്ട് അപ്പുറത്തുണ്ടായിരുന്ന മലയിൽ തട്ടി അത് പൊട്ടിച്ചെതറുന്നുണ്ട്. അപ്പോഴേക്കും ജോണും ഞോളനും ഈ ഒരു ഹെലികോപ്റ്ററുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ നേരം തന്നെ ബിഷപ്പ്, അതായത് ഞോളനെയും ജോണിനെയും കുടിക്കാൻ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് തന്നെ ഏതോ ഒരു കമ്പ്യൂട്ടർ ടെക്കിയെ ലോക്ക് ചെയ്തിട്ട് അവന്റെ ആ ഒരു IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇതുപോലെ ഞോളനും ജോണും കൂടെ അടുത്തതായിട്ട് മോഷണം നടത്താൻ പോകുന്നത് ഇന്ന സ്ഥലത്താണെന്ന്. ശരിയായിരുന്നു. ഞോളനും ജോണും കൂടെ ആ ഒരു ഗ്യാങ്സ്റ്ററുടെ കയ്യിൽ ആ എഗ്ഗിന്റെ രണ്ടാമത്തെ പീസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് എടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പ്രത്യേക ലോക്കറിലാണ് അത് വെച്ചിട്ടുള്ളത്. എപ്പോഴും അവിടെ ഗണ്ണും പിടിച്ചുകൊണ്ട് രണ്ട് കാവൽക്കാരുണ്ടാവും. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ കാവൽക്കാർ മാറിയിട്ട് അങ്ങോട്ടേക്ക് മറ്റൊരു ടീം വരും. അപ്പൊ ഈ ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് 15 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാവും. ഉള്ളിൽ പോവുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ മാത്രമേ പറ്റുള്ളൂ. ഇനി പോയാൽ തന്നെ അതിന്റെ ഉള്ളിൽ ലോക്കർ ഉണ്ട്. അത് ആദ്യം ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യും, അതിനുശേഷം ഫിംഗർ പ്രിന്റ് വേണം, അതിനുശേഷം വോയിസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഈ മൂന്നും പാസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ആയുധ കച്ചവടക്കാരുണ്ടല്ലോ, അയാളുടേതാണല്ലോ ഈ ഒരു ലോക്കൊക്കെ. അപ്പൊ അയാളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് അവിടെ അടിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതായത് ടഫ് ആയിട്ടുള്ള 4 സ്റ്റേജുകൾ. അപ്പൊ എന്തായാലും ആ ഒരു വെപ്പൺ ഡീലർ ഇയാളുടെ ആ ഒരു ഫോൺ ഇവർക്ക് നിർബന്ധമാണ്. എന്തായാലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റിൽ ഞോളനും അതുപോലെ തന്നെ ജോണും അവിടെ കയറി പറ്റുന്നുണ്ട്. കാരണം ഇന്ന് ആ ഒരു വെപ്പൺ ഡീലർ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിൽ ഇയാളുടെ ഒരുപാട് ക്ലയന്റും വന്നിട്ടുണ്ട് കേട്ടോ. സോ ഒരു മുഖംമൂടി എല്ലാം ധരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് സെലിബ്രേഷനൊക്കെ. അതിന്റെ ഇടയിലേക്ക് ഞോളനും ജോണും കൂടെ ഇതുപോലെ ഒരു മുഖംമൂടിയെല്ലാം ഇട്ട് കയറി വന്നിട്ടുണ്ട്. അതേ പാർട്ടിയിൽ തന്നെ ആരുണ്ട്? ബിഷപ്പും ഉണ്ട്. അപ്പൊ ജോണിന്റെ മുഖത്തെ ആ ഒരു ചെറിയ മുഖംമൂടി കണ്ടിട്ട് പറയണേ, നീ വലിയ മണ്ടൻ തന്നെ, ഈ മുഖംമൂടി വെച്ചാൽ നിന്നെ ആരും തിരിയില്ല എന്നാണോ നിന്റെ വിചാരം? മുഖംമൂടി മാറ്റാന്ന് പറയണ. ഇതേ സമയത്ത് തന്നെ ജോണ് പറയുന്നുണ്ട്, നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. ബിഷപ്പ് വീണ്ടും ചിരിക്കുകയാണ്. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? നിനക്ക് ഇപ്പൊ അധികാരമുണ്ടോ? ഇല്ല, നിന്നെ ഒരു കേസിൽ പെടുത്തിയത് തന്നെ ഞാനാണ്. കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ നിന്നും നിന്റെ പേരിലുള്ള എല്ലാ ഡാറ്റ മാറ്റിയതും മറ്റൊന്ന് കയറ്റിയതും ഞാനാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങോട്ട് വിളച്ചിലെടുക്കണ്ട. ഞാൻ പറഞ്ഞ ആ ഒരു പരിപാടി അത് മര്യാദക്ക് ചെയ്തു എന്ന് പറയാണ്. ഇതിനുശേഷം ബിഷപ്പ് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ ജോണ് അവളുടെ കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് അവളുടെ കൂടെ ഡാൻസ് കളിക്കുകയാണ്. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സോ ഇവര് രണ്ടുപേരും ഈ ഡാൻസ് കളിക്കുന്നത് ആര് കാണുന്നുണ്ട്? ആ ഒരു വെപ്പൺ ഡീലർ കാണാണ്. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് എന്റെ കൂടെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ഡാൻസ് കളിക്കുക, ആഹാ അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വെപ്പൺ ഡീലർ അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ചു നേരം ഇവളുടെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചോട്ടെ ചോദിക്കുന്നുണ്ട്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, ഇത് ഇയാളുടെ സ്ഥലമാണ്. കെട്ടിയോളാണെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ തട്ടിക്കളയും, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഓ നോ പ്രോബ്ലം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടുന്ന് മാറിക്കൊടുക്കണം. പോകുന്ന പോക്കിൽ ഇയാൾക്കിട്ട് ഒരു തട്ടും കൊടുത്തിട്ടാ പോകുന്നത്. സോറി അറിയാതെ തട്ടിപ്പോയതാന്ന് പറയണേ. എന്നാൽ ഇതേ നേരം തന്നെ കാവൽക്കാർ വന്നിട്ട് ജോണിനെ കൈകാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇയാൾ പറയണ, വേണ്ട അവന്റെ പെണ്ണിനെ തന്നെ തന്നിട്ടാ പോകുന്നത്, അത് കാര്യമാക്കേണ്ടെന്ന് പറയാണ്. എന്നാൽ ജോണ് ഈ ഒരു വെപ്പൺ ഡീലറെ തട്ടിയത് വെറുതെ ഒന്നുമല്ല, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ അതെടുക്കാനാണ്. അതിപ്പോ ജോണിന്റെ കയ്യിലാണ്. മാത്രമല്ല കള്ളനായിട്ടുള്ള നോളന്റെ കൂടെ നിന്നുകൊണ്ട് ജോണ് ഈ ഒരു കാര്യമൊക്കെ ചെയ്യാൻ എന്താണ് കാരണം? എന്താണ് അവരുടെ യഥാർത്ഥ ഡീല്? അതായത് നോളൻ ബൂത്തിന്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കള്ളൻ അവനാകണം എന്നാണ്. അപ്പൊ അതിനുള്ള എല്ലാ സെറ്റപ്പും വഴികളും ജോൺ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പകരം ജോണിന്റെ എല്ലാ ഡീറ്റെയിലും പോലീസുകാരുടെ ഡാറ്റാബേസിൽ നിന്നും മായ്ച്ച് മറ്റൊന്ന് കയറ്റിയത് ഈ ബിഷപ്പാണല്ലോ. അവളുടെ ആ ഒരു പദ്ധതി കൊണ്ടാണല്ലോ ജോണിന്റെ പേര് കെട്ടുപോയതും അതുപോലെ തന്നെ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും എല്ലാം ഉണ്ടായത്. സോ അവന്റെ ആ ഒരു ഇമേജ് അവന് തിരിച്ചു പിടിക്കണം. അപ്പൊ ഇതിന്റെ പേരിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലായത്. ഇതേ സമയത്ത് തന്നെ നോളൻ ബൂത്ത് ആണെങ്കിൽ അതിലൂടെ എങ്ങനെ ആ ഒരു ലോക്കർ കണ്ടുപിടിക്കാം, എങ്ങനെ ഉള്ളിൽ കയറാം എന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നോളൻ ബൂത്ത് കുടിച്ച ആ ഒരു വൈനിന്റെ ഗ്ലാസ് ഒരു ലേഡിയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ ആ ഒരു ലേഡി മുഖംമൂടി മാറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? ഇന്റർപോൾ ഓഫീസർ ആയിട്ടുള്ള ഉർവശി
ഉർവശി തന്നെയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇതേ നേരം തന്നെ നോളൻ ബൂത്ത് മറ്റൊരു പരിപാടിയും കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വെപ്പൺ ഡീലർ ഉണ്ടല്ലോ, ഇയാൾ കുടിച്ചു വെച്ച് ഇയാളുടെ വൈൻ ഗ്ലാസിൽ നിന്നും ഇയാളുടെ ഫിംഗർ പ്രിന്റ് ശേഖരിച്ചിട്ടുണ്ട്. സോ അതെടുത്തുകൊണ്ട് ഇനി ഈ കാവൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സമയം, ആ 15 സെക്കൻഡുകൾ ഇവർക്ക് അങ്ങോട്ടേക്ക് പോയി കയറണം. അപ്പൊ അതിനായിട്ട് ചില ട്രിക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോളൻ ഹാക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും CCTV മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് നോക്കി നോളനും അതുപോലെ തന്നെ ജോണും നേരെ ഈ കാവൽക്കാരി മറികടന്നുകൊണ്ട് നേരെ ആ ഒരു ലോക്കറിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം തന്നെ വേണ്ടത് ആ ഒരു വെപ്പൺ ഡീലറുടെ ഫിംഗർ പ്രിന്റ് ആണ്. അതുള്ളത് ഒരു വൈൻ ഗ്ലാസ്സിലാണല്ലോ. സോ സാധനം കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് തിരിയുന്ന സമയത്ത് അതേ നേരം തന്നെ ജോണും തിരിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോണ്. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. മുഞ്ചി, നല്ല രീതിയിൽ മുഞ്ചി. നീ എന്ത് ഈ കാണിച്ചത്? ഇതിനി എങ്ങനെ ഉണ്ടാകും? ഫിംഗർ പ്രിന്റ് എവിടുന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നോളൻ ആകെ ടെൻഷൻ ആകുമ്പോൾ ജോണ് പറയണത്, നീ ഒന്ന് സമാധാനിക്ക്. ആ വീണ് കിടക്കുന്ന ഏതെങ്കിലും ഒരു പീസിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും പറയണം. നോക്കുമ്പോൾ ഒരു പീസിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നീട് ഒരു ഡിവൈസിലേക്ക് ഈ ഫിംഗർ പ്രിന്റ് ഇവര് കയറ്റി വെച്ച് അതിലേക്ക് ഒരു റബ്ബറിന്റെ കൈവിരലും വെച്ച് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഈ ഒരു വെപ്പൺ ഡീലറുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആ ലോക്കർ പ്രസ് ചെയ്യാണ്. മാത്രമല്ല പിന്നീട് വരുന്ന ആ ഒരു OTP ഉണ്ടല്ലോ, ആ OTP ഇപ്പോ അയാളുടെ ഫോണിലേക്ക് പോകല്ലോ. ഫോൺ ആരുടെ കയ്യിലുണ്ട്? ജോണിന്റെ കയ്യിലുണ്ട്. OTPയും കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ഫേസ് ഡിറ്റക്ഷൻ അതുപോലെ തന്നെ വോയിസ് ഐഡന്റിഫിക്കേഷൻ ആണ്. സോ രണ്ടും ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നോളൻ ചെയ്യാണ്. കാരണം ഈ പരിപാടിക്ക് ഇറങ്ങുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടാവുമല്ലോ. എന്നാൽ ഓൾറെഡി ഈ ഒരു ലോക്കർ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ ബോസ് ആണെങ്കിൽ, അതായത് ആ ഒരു വെപ്പൺ ഡീലർ ആണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോന്ന് സംഭവിക്കുന്നുണ്ട്. ആ സിഗ്നൽ ഇവർക്ക് വേഗം തന്നെ കിട്ടുകയാണ്. ഈ കാര്യം അയാളോട് പറയുന്നുമുണ്ട്. ഇപ്പൊ നോളൻ ജോൺ രണ്ടുപേരും കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഉർവശി ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ. ഗണ്ണുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് വന്നു നിൽക്കുകയാണ്. ആ ഒരു എഗ്ഗ് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയണം. എന്നാൽ ഈ സമയത്ത് ഇത് ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് ജോണിന് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആ ഒരു ഗണ്ണ് തട്ടി മാറ്റി വേഗം തന്നെ ലോക്കറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ ഇവരെ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം ഇവര് കാണുന്നുണ്ട്. അതായത് ബിഷപ്പ് ഉണ്ടല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു. എന്നാൽ ബിഷപ്പ് ഓൾറെഡി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നത്. അവള് പറയുന്നത്, ഒരു പെണ്ണായതുകൊണ്ട് നേരായ വഴിയിലൂടെ അല്ലാതെ എനിക്ക് പല വഴിയിലൂടെയും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയും. പിന്നീട് നോളനും ജോണും പറയണു, ഓക്കെ നിനക്ക് അങ്ങനെ വരാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞങ്ങൾ രണ്ടാണുകൾ നിൽക്കെ നിനക്ക് ഈ ഒരു എഗ്ഗ് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം. ആഹാ അതൊന്ന് കാണണല്ലോ. ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തുടങ്ങുകയാണ്. ഉള്ളത് പറയാലോ, ജാക്കി ജാൻ അനിയത്തി എന്ന് പറഞ്ഞതുപോലെ ഒരു ഐറ്റം. ജോണ് നോളൻ രണ്ടുപേരും പിന്നീട് നിലത്ത് നിന്നിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടയാണ്. ഭയങ്കര വേഗതയാണ് ഈ ബിഷപ്പിന്. അടി കൊണ്ട് രണ്ടെണ്ണം കൂടി ഒരു മൂലയ്ക്ക് ചെന്ന് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു വെപ്പൺ ഡീലർ വരുന്നുണ്ട്. പിന്നെ 3 പേർക്കും ഒരുമിച്ച് പെടാന്ന് നോളൻ പറയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വന്ന വെപ്പൺ ഡീലറുടെ അടുത്തേക്ക് ബിഷപ്പ് പോയി നിൽക്കാൻ കേട്ടോ. അതായത് ഈ ബിഷപ്പ് ശരിക്കും ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇയാളുമായിട്ടാണ്. ആ 3 എഗ്ഗ് അത് ഇയാളുടെ കയ്യിലേക്കാണ് എത്തേണ്ടത്. ഇയാളാണ് ഈ പറഞ്ഞ 2000 കോടി അത് കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ ചില തരികിടകൾ കാണിച്ച് ഈ നോളനും ജോണും ഇങ്ങോട്ടേക്ക് വരുമെന്നറിയാം. അതായത് ഈ രണ്ടാമത്തെ മുട്ട എടുക്കാനായിട്ട് അത് നല്ല നൈസായിട്ട് തന്നെ ബിഷപ്പ് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് രണ്ടുപേരും കയ്യോടെ പൊക്കാണ്. ഏതൊരു സ്റ്റേഡിയം ഉണ്ട് അതിന്റെ അടിയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഇനി ഇവർക്കുള്ള ചികിത്സ കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ രണ്ടുപേർക്കും അടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇതുവരെയായിട്ടും 2 എഗ്ഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ മൂന്നാമത്തേത് അതിപ്പോഴും എവിടെയാണെന്ന് പോലും അറിയില്ല, കിട്ടിയോ എന്ന് പോലും അറിയില്ല. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ നോളനാണ്. അപ്പൊ അവന്റെ വായിൽ നിന്നും ആ കാര്യം പറയിപ്പിക്കാനാണ് ഇപ്പൊ ഇവരെ രണ്ടുപേരെ ഇട്ട് കൊടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ ബിഷപ്പ് പറയാണ്, ഇവനെ എത്ര വേദനിപ്പിച്ചിട്ടും കാര്യമില്ല, ഇവൻ അത് പറയില്ല, ഇവൻ അങ്ങനെ ഒരാളാണ്. നീ ഒരു നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ നിന്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഈ ജോണിനെ അവനോട് ഒരു അല്പം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ ഇപ്പൊ അത് പറയും. കാരണം ഇനി ഞങ്ങൾ ടോർച്ചർ ചെയ്യാൻ പോകുന്നത് നിന്നെയല്ല അവനെയാണ്. ഇത് പറഞ്ഞ് ബിഷപ്പ് വന്നിട്ട് അവന്റെ ദേഹത്തേക്ക് ഒരുപാട് നല്ല പവറിൽ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ജോൺ ആണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും നോളൻ ഒന്നും പറയുന്നില്ല. എന്നാൽ ഇതിനുശേഷം ആ ഒരു വെപ്പൺ ഡീലർ ഇയാൾ തന്നെ വന്നിട്ട് ഇനി ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണ ഷർട്ടെല്ലാം ഊരി റെഡി ആയിട്ട് നമ്മുടെ ജോണിനിട്ട് കുത്താൻ നിൽക്കുകയാണ്. എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ജോണിന്റെ കഴുത്തിന് കയറി ഇയാൾ പിടിക്കുകയാണ്. ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും ജോൺ മരണപ്പെടും. അവന്റെ ആ ഒരു കഴുത്ത് അമർത്തുന്ന ആ ഒരു ശബ്ദം, എല്ല് പൊട്ടുന്ന ശബ്ദം, അത് അതുപോലെ തന്നെ നോളൻ കേൾക്കുകയാണ്. അപ്പൊ അവൻ പറയണൊന്നും ചെയ്യേണ്ട, ഞാൻ പറയാം. ഈജിപ്ത് അവിടെയുള്ള ഒരു പുരാതനമായ കല്ലറയുണ്ട്, ക്ലിയോപാട്രയുടെ കല്ലറ. അവിടെയാണ് ആ ഒരു മുട്ടയുള്ളത് എന്ന് പറയാണ്. അപ്പൊ ആ ഒരു വെപ്പൺ ഡീലർ ചോദിക്കുന്നുണ്ട്, ഇവനൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ സമയത്ത് നമ്മുടെ ബിഷപ്പ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ നേരത്തെ ഇവൻ നുണ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ആ ഒരു എഗ്ഗും ഇവരുടെ കയ്യിലേക്ക് വരാൻ പോവല്ലേ. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും, ഈ വെപ്പൺ ഡീലർ അതുപോലെ തന്നെ ബിഷപ്പ്, ഒരു വൈൻ കുടിക്കുകയാണ്. വൈൻ കുടിച്ചു കഴിഞ്ഞു അല്പം നേരം കൊണ്ട് ഈ വെപ്പൺ ഡീലർ തല കറങ്ങി പിന്നിലേക്കാണ്ട് വീഴുകയാണ്. അതായത് ബിഷപ്പ് പണി കൊടുത്തത് ജോണിന്, നോളൻ ഇവര് മാത്രമൊന്നുമല്ല, ഇയാൾക്കും പണി കൊടുത്തു. എന്നിട്ട് ആ രണ്ടാമത്തെ മുട്ടയെ നൈസായിട്ട് അവൾ കൈക്കലാക്കുകയാണ്. പിന്നെ കെട്ടിയിട്ട നോളൻ ജോൺ ഇവര് രണ്ടുപേരെയും നോക്കിയിട്ട് ബിഷപ്പ് ഒരു കാര്യം പറയാണ്, കുട്ടികളെ അപ്പൊ ഇവിടെ ഇരുന്നു കേട്ടോ, ചേച്ചി പോയിട്ട് സാധനം എടുക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, അതല്ലേ അതിന്റേതായ ആ ഒരു ബ്യൂട്ടി. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വെപ്പൺ ഡീലർക്ക് ബോധം വരുന്നത്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ മര്യാദക്കൊന്നും കാണാൻ കഴിയുന്നില്ല. നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കറക്റ്റായിട്ട് തട്ടുന്നില്ല. അതിലൊരെണ്ണം ജോൺ
ജോണിന് കെട്ടിവെച്ച ആ ഒരു വിലങ്ങുണ്ടല്ലോ അതിൽ പോയി തട്ടുകയാണ്. അപ്പൊ തന്നെ അത് പൊട്ടുന്നുണ്ട്. വിലങ്ങ് പൊട്ടിച്ച് ജോൺ ആണെങ്കിൽ പുറത്തേക്ക് വന്നു. ഈ വെപ്പൺ ഡീലർ എടുത്തിട്ട് കൊടയാണ്. മാത്രമല്ല ആ ഒരു ഹാളിന്റെ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. പിന്നീട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് അതുവഴി കയറി പോവാന്ന് ഞോളം പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ അങ്ങോട്ടേക്ക് കയറി നോക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന്റെ നടുഭാഗത്താണ് ഇവർ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ ആൾക്കാരാണ് അവിടെ. എന്തോ ഒരു മത്സരം ഇവിടെ നടക്കുകയാണ്. അതായത് ഈ സ്പെയിനിലൊക്കെ വെച്ച് നടത്തുന്ന ഒരു മത്സരം ഉണ്ടല്ലോ, വെറി പിടിച്ച കാളക്കുറ്റന്മാരെ അവരുടെ മുന്നിൽ പോയി അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗെയിം. അത് തന്നെ ഇപ്പൊ കലി പിടിച്ച് തുള്ളുന്ന ഒരു വലിയ ബുള്ള അവിടെ ഉണ്ട് കേട്ടാ. അപ്പൊ ജോണിനോട് ഞോളിനൊരു കാര്യം പറയുന്നുണ്ട്, എന്ത് വന്നാലും അനങ്ങാൻ പാടില്ല. അതങ്ങനെയാണ്. ആ ജീവി വരുമ്പോൾ അതിന്റെ കണ്ണിലേക്ക് തീക്ഷ്ണമായി ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നടക്കുമെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞോളം പറയും നടക്കുന്നു. എന്തായാലും അധികം വൈകിയില്ല. കാലി പിടിച്ച ഒരു പോത്ത് വന്നിട്ട് പാവം നമ്മുടെ ജോണിനെ കുത്തി മറിച്ചിടുകയാണ്. പാവം. അതായത് കുരുവി കണ്ണിൽ തീക്ഷ്ണതയൊന്നും വരുത്തിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും പിന്നെ അവിടെ നിൽക്കുവോ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഈ സമയത്താണ് പാതി ബോധത്തിൽ ഈ വെപ്പൺ ഡീലർ ആ ഒരു ഹോളിലൂടെ മുകളിലേക്ക് വരുന്നത്. കറക്റ്റ് പോയി നിന്നു കൊടുത്തത് ദാ ഈ വരുന്ന കാളക്കൂറ്റിന്റെ കാലിന്റെ ചോട്ടിലേക്കും. പിന്നെ പറയണ്ടല്ലോ. സോ ഈ ഒരു ഗ്യാപ്പിന് അപ്പുറത്തുണ്ടായിരുന്ന ചുമരന്റെ ആ ഭാഗത്തേക്ക് ജോണും ഞോളിനും കൂടെ ചാടി രക്ഷപ്പെടുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഭ്രാന്ത് പിടിച്ച ഒരു പോത്തിന്റെ മുന്നിൽ പെട്ടി ചാവാതെ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു ട്രെയിനിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നോളിനോട് ജോൺ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കര കയറണമെങ്കിൽ ഇതെല്ലാം ചെയ്തത് ബിഷപ്പ് ആണെന്ന് തെളിയിക്കണം. അതുപോലെ ബിഷപ്പിനോട് നീ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അത് നുണയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യഥാർത്ഥ ലൊക്കേഷൻ അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ആ ഒരു കഥ നോളൻ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹിറ്റ്ലറുടെ നാസി പട്ടാളക്കാർ യൂറോപ്പ് മുഴുവനായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നല്ലോ. അന്നാണ് അവരുടെ കയ്യിലേക്ക് ആ വസ്തു കിട്ടുന്നത്. അതായത് ആ മൂന്നാമത്തെ എഗ്. മാത്രമല്ല ഹിറ്റ്ലറുടെ കൂടെ അദ്ദേഹത്തിന്റെ വെപ്പണും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഇതുപോലെയുള്ള പഴയ വസ്തുക്കളോട് ഭയങ്കര കമ്പാണ്. സോ ആയുധങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇയാൾ ശേഖരിച്ചു വെച്ചായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ പട്ടാളക്കാർ തോറ്റുപോയി. അവർക്ക് അവിടെ നിന്നും പിൻവലിയേണ്ടി വന്നു. എന്നാൽ ഈ റൈറ്റ് ഹാൻഡ് ഈ എഗ്ഗുമായിട്ട് അതുപോലെ തന്നെ കുറച്ച് വെപ്പണുമായിട്ട് ആരും അധികം പോവാത്ത ഒരു വലിയ ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. സോ നിലവിൽ ആ ഒരു മൂന്നാമത്തെ എഗ് അതിപ്പോ ഉള്ളത് ആ വലിയ ഫോറസ്റ്റിലാണ്. ഇതെല്ലാം കേട്ട് ജോൺ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അല്ലടാ ഇതൊക്കെ നീ എങ്ങനെ മനസ്സിലാക്കുന്നത്? എവിടുന്നാ ഇൻഫർമേഷൻ കിട്ടുന്നത്? അതിന്റെ പിന്നിലും ഒരു കഥയുണ്ടെന്ന് ഞോളം പറയാണ്. അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. എന്നാൽ അത്ര നല്ല പോലീസുകാരനായിരുന്നില്ല. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇയാളുടെ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് ഒരു ദിവസം കാണാതായി. ഞാനാണ് അത് കട്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലും ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ചീത്തയും പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ മറന്നു വെച്ച വാച്ച് അച്ഛന് തിരിച്ചു കിട്ടി കേട്ടോ. എന്ന് എന്നെ അടിച്ചില്ലേ, ചീത്ത പറഞ്ഞില്ലേ, അതിനൊന്നും എന്നോട് മാപ്പ് പറഞ്ഞില്ല. പകരം ആ ഒരു വാച്ചും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇയാൾ എപ്പോഴും കിടക്കാറ്. അതോടെ ഞാൻ തീരുമാനിച്ചു ഇയാൾ വലിയ പോലീസുകാരനല്ലേ, എന്നാ പിന്നെ ഇയാളൊക്കെ വട്ടം കറങ്ങുന്ന കള്ളനായിട്ട് മാറാന്ന്. അങ്ങനെയാണ് ഞാൻ ഒരു കള്ളനാവുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്റെ തന്തപ്പടി ചത്തുപോയി. എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ചെറുപ്പത്തിൽ ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു വാച്ച് ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ആ ഒരു വാച്ച് എടുത്ത് ഞാൻ ചുമരിലേക്ക് ഒരു ഏറ് കൊടുത്തു. ആ സമയത്ത് ആ വാച്ചിന്റെ ഉള്ളിൽ വെച്ച് എനിക്കൊരു കാര്യം കിട്ടി കേട്ടോ. അത് ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ ഒരു കോർഡിനേഷൻ ലൊക്കേഷൻ ആയിരുന്നു. ഞാനത് ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങ് അർജന്റീനയിലെ തന്നെ നിബിഡമായ ഒരു വനാണ്. മാത്രമല്ല അവസാന കാലഘട്ടത്തിൽ എന്റെ അച്ഛൻ വല്ലാത്തൊരു കാര്യത്തെ തേടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു മൂന്നാമത്തെ എഗ്ഗ് തന്നെ. അങ്ങനെയാണെങ്കിൽ ആ എഗ്ഗ് വെച്ച ലൊക്കേഷൻ അതായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ എന്റെ അച്ഛന് ആ വാച്ചിനോട് ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നത്. കാരണം അതിന്റെ ഉള്ളിൽ ആ ഒരു രഹസ്യമുള്ളത് കൊണ്ട്. അങ്ങനെയാണ് മൂന്നാമത്തെ എഗ്ഗിന്റെ ആ ഒരു ലൊക്കേഷൻ എനിക്ക് തിരിഞ്ഞത്. പിന്നീട് നമ്മുടെ ഒരു ജോൺ അവൻ പോലീസുകാരനാവാനുള്ള കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരുമാതിരി ഒരു ഗുണ്ടയായിരുന്നു. സോ അച്ഛനെ പോലെയുള്ള ഗുണ്ടകളെ അടിച്ചൊതുക്കാൻ തന്നെയാണ് ജോൺ ഒരു പോലീസുകാരനായത്. ഇനിയിപ്പോ ഫ്ലാഷ് ബാക്കും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങോട്ടാ പോകേണ്ടത് നേരെ അർജന്റീനയിലെ ആ ഒരു ഫോറസ്റ്റിലേക്ക്. കുറച്ചധികം തന്നെ ട്രാവൽ ചെയ്ത് ഇവർ അർജന്റീനയിലേക്ക് എത്തുകയാണ്. അവസാനം ആ ഒരു ഫോറസ്റ്റിലേക്കും വരുന്നുണ്ട്. പിന്നീട് ആ ഒരു ലൊക്കേഷൻ കോർഡിനേഷൻ ഇപ്പോൾ നോളിന്റെ കയ്യിലുണ്ടല്ലോ, അത് വെച്ച് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അത്രയും വലിയ കാട്ടിലൂടെ ചുമ്മാ കുറെ നേരം അങ്ങനെ നടക്കുകയല്ലാതെ ആ പറഞ്ഞ ലൊക്കേഷനോ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു തുരങ്കോ ഒന്നും ഇവരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഒരു ചുരുളി പോലെ വന്ന സ്ഥലത്തേക്ക് തന്നെ പിന്നെയും വന്നോണ്ടിരിക്കുക. അവസാനമായപ്പോൾ വിശപ്പും ദാഹവും ക്ഷീണവും വിഷമവും എല്ലാം കൊണ്ട് ജോണിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നോളന്റെ അടുത്ത് പറയാണ്, നിന്റെ ഈ വാച്ചും ഇതിന്റെ കോർഡിനേഷനൊക്കെ വെറും നുണയാണ്, ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ വാച്ച് പിടിച്ച് ഒരു ഏറ്റ ഏറ് എടുക്കണം കേട്ടോ. സാധനം നിലത്തേക്ക് വീണപ്പോൾ ടങ് എന്നുള്ളൊരു അച്ച കേൾക്കുകയാണ്. അതായത് കരിയിലകൾക്കിടയിലായിട്ട് ഇരുമ്പിന്റെ എന്തോ ഉണ്ട്. വേഗം തന്നെ അവർ മാറ്റി നോക്കുമ്പോൾ അതൊരു ഡോറായിരുന്നു. ആ ഡോറ് തുറന്ന സമയത്ത് താഴേക്ക് സ്റ്റെപ്പുകൾ അങ്ങനെ പോകുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് ഇവർ താഴേക്ക് പോയപ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ള ചില മുറികളും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ചില ഡോറുകളും ഇതെല്ലാം നോളൻ അവന്റെ ആ ഒരു ബുദ്ധി വെച്ച് തുറക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോഴല്ലേ ഒരു കാര്യം കാണുന്നത്, ഹിറ്റ്ലറുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ ആള് യുദ്ധത്തിൽ തോറ്റ സമയത്ത് ഈ ഫോറസ്റ്റിലേക്ക് വന്നായിരുന്നു എന്ന് പറയുന്നില്ലേ, ആ കഥയെല്ലാം സത്യം തന്നെയാണ്. കാരണം അന്ന് ജർമ്മനിയിൽ ഉപയോഗിച്ചിരുന്ന പഴയ കാറുകള്, ഹിറ്റ്ലറുടെ ഒരുപാട് ആയുധങ്ങൾ, ഇതെല്ലാം ഇവിടെ സേഫ് ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്ന് അയാൾ കൊണ്ടുവന്ന മൂന്നാമത്തെ ആ ഒരു എഗ് അതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നോളൻ ഓടിച്ചെന്ന് അതെടുക്കാണ്. പെട്ടെന്ന് ആ സാധനം താഴേക്ക് വീണ് പോകുന്നുണ്ട്. ജോൺ പറയാണ്, നോക്ക് അത് പൊട്ടിപ്പോകുന്നു. അപ്പം തന്നെ നോളൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഒറിജിനൽ ആണെങ്കിൽ ഒരു കാരണവശാലും ഇത് പൊട്ടില്ല. പറഞ്ഞതുപോലെ തന്നെ മുട്ട പൊട്ടിയിട്ടൊന്നുമില്ല, സാധനം ഒറിജിനൽ ആണ്. എന്തായാലും കയ്യിൽ കിട്ടിയല്ലോ, രണ്ടുപേരും ഹാപ്പിയാണ്. ഇതേ നേരം തന്നെ ഒരു
ഗണ്ണിന്റെ ട്രിഗർ വലിക്കുന്ന ശബ്ദം ജോൺ കേൾക്കുകയാണ്. നോക്കുമ്പോൾ ഇവരുടെ തൊട്ട് പിന്നിൽ തന്നെ ബിഷപ്പ് നിൽക്കുകയാണ്. ഇതെന്ത് മരഭൂതാണ്, എവിടെ നോക്കിയാൽ ഇവളുണ്ടല്ലോ. ഈ മുട്ടാങ്ങി ഈജിപ്തിലാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് വിടാൻ നോക്കിയപ്പോ ഇവരുടെ പിന്നാലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ബിഷപ്പ് പറയണ, ഡാ ഞോളാ, നീ ഒരു കാരണവശാലും ആ ഒരു സത്യം എന്നോട് പറയാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിനു വേണ്ടി തന്നെയാടാ ആ ഒരു വെപ്പൺ ഡീലറെ മയക്കുമരുന്ന് കൊടുത്ത് ഞാൻ ബോധം കെടുത്തിയതും അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്തതും. എന്തായാലും നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ യഥാർത്ഥത്തിൽ ഇത് എവിടെയാണോ അങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പ്ലാന്? കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ നീ എന്നെ കൊണ്ടുവന്നില്ലേ? ഇനി ഒരു കാര്യം ചെയ്യേ, ചേച്ചിയുടെ മോനെ ആ സാധനം ഇങ്ങോട്ട് കൈ തന്നേക്ക്. എന്നാ ബിഷപ്പ് ഇതേ രീതിയിൽ കളികൾ നടത്തിയപ്പോൾ അവളുടെ പിന്നാലെ തന്നെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റൊരു ടീമും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഉർവശിയും ടീമും തന്നെ. പിന്നെ അല്ല, ഈ ഇന്റർപോൾ എന്നൊക്കെ പറഞ്ഞ എന്താ സുമ്മാവാ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ട് ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞോളം പറയാണ്, ഇപ്പൊ നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടുള്ളൂ. സോ 3 പേരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ തന്നെ ഹിറ്റ്ലറുടെ ആ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അത് ഇവർ എടുക്കുകയാണ്, സ്റ്റാർട്ടാക്കാണ്, പോവാണ്. എനിക്ക് അതല്ല സംശയം, ഇത്രയും കാലം ഇവിടെ നിർത്തിയുടെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവുമോ? കഥയിൽ പിന്നെ ചോദ്യം ഇല്ലാന്നല്ലേ. എന്തെങ്കിലും ആവട്ടെ, വണ്ടി ഇപ്പൊ കൈ കിട്ടിയല്ലോ. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടേക്ക് പോകണം. പിന്നാലെ തന്നെ ഈ ഇന്റർപോളിന്റെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സോ ജോൺ കയ്യിൽ കിട്ടിയ ഗണ്ണുമായിട്ട് അവരെയൊക്കെ ഒരു പരിധി വരെ ഷൂട്ട് ചെയ്ത് തടുക്കുന്നുണ്ട്. ഇവരങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ടണല് കാണുകയാണ്. അതിന്റെ അഗ്രഭാഗത്തായിട്ട് ചെറിയൊരു വെളിച്ചവും കാണുന്നുണ്ട്. കാരണം അതൊരു ഓപ്പൺ ആണ്. നല്ല വേഗത്തിൽ അങ്ങോട്ടേക്ക് കാർ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ഉർവശിയും വരുന്നുണ്ട് കേട്ടോ, കയ്യിൽ വെപ്പണുണ്ട്. അപ്പൊ ആ കാണുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനപ്പുറം ഇനി ഒരു കുഴിയാണോ കാടാണോ അല്ലെങ്കിൽ ഒരു അരുവിയുടെ ഭാഗത്തുള്ള വെള്ളച്ചാട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാറ് സ്ലോ ആക്കിയിട്ട് അതെന്താണെന്ന് നോക്കി ചാടാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാവകാശമില്ല. കാരണം ഉർവശിയും അവളുടെ ആ ഒരു ടീമും പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബിഷപ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്നും നോക്കണ്ട, ഞാൻ വണ്ടി എടുക്കുകയാണ്. മിക്കവാറും ഒരു വെള്ളച്ചാട്ടാവാനാണ് സാധ്യത. അപ്പൊ വണ്ടിയിൽ തന്നെ ഇരിക്കാതെ ഇത് താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിൽ നിന്നും ചാടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് നിങ്ങളെയും കൊണ്ട് വണ്ടി പോകും. പറഞ്ഞതുപോലെ തന്നെ വണ്ടി ഒരൊറ്റ കൊണ്ടുപോകലാണ്, വിചാരിച്ചതുപോലെ തന്നെ വെള്ളച്ചാട്ടമാണ്. സോ 3 പേരും വണ്ടിയിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുന്നുണ്ട്. വെള്ളത്തിലേക്ക് വീണ സമയത്ത് നമ്മുടെ ഞോളൻ ആദ്യം നോക്കുന്നത് ആ ഒരു എഗ്ഗിലാണ്. ഒരുവിധം അത് പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കരയിലേക്ക് വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് രക്ഷപ്പെടാന്ന് വിചാരിച്ച സമയത്ത് ഞോളന് എന്തോ ഒരു മനസ്സങ്ങട് സമ്മതിക്കുന്നില്ല. ഇപ്പോഴും ജോൺ വെള്ളത്തിൽ തന്നെയാണ്. അപ്പൊ അവനെ രക്ഷിച്ചിട്ട് തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് ആ ഒരു എഗ്ഗ് അവിടെ വെച്ചിട്ട് ഈ ജോണിനെ വിളിച്ചുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ ഒരു എഗ്ഗ് എടുക്കുന്നുണ്ട്. മറ്റാരുമല്ല, ജോൺ. ഞോളൻ കയറുന്നതിന് മുന്നേ തന്നെ ജോൺ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ജോൺ പറയുന്നത്, എടാ എന്നോട് നിനക്ക് ഇത്രയും സ്നേഹോ, ഈ മുട്ടയോടെ വെച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി വീണ്ടും എന്നെ രക്ഷപ്പെടുത്താൻ വരണമെങ്കിലോ നിന്റെ ആത്മാർത്ഥതയെ ഞാൻ സമ്മതിച്ചു കേട്ടാ. പിന്നീട് അധികം വൈകാതെ നമ്മുടെ ബിഷപ്പും വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അവളാകെ ടയർഡായി പോയിട്ടുണ്ട്. ആ സമയത്ത് ബിഷപ്പ് പറയുന്നുണ്ട്, ഈ 3 എഗ്ഗ് അതിപ്പോ നമ്മുടെ കയ്യിൽ എത്തിയല്ലോ. സോ 3 കൂടെ വിറ്റാൽ മാത്രമേ ഈ പറഞ്ഞ 2000 കോടിയല്ല എന്റെ കയ്യിൽ കിട്ടുള്ളൂ. നല്ലൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് തരാന്ന് പറയണം. പക്ഷേ ഇപ്പൊ ബിഷപ്പ് പറഞ്ഞ ആ ഒരു ഡീല് അത് നോക്കി പറയാൻ നമ്മുടെ ഞോളൻ തയ്യാറല്ല. അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്തായാലും നിന്റെ മുന്നിൽ തോറ്റു തരാൻ പോകുന്നില്ല. സോ ഈ സാധനം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനായിട്ട് പേരെടുക്കാനായിട്ട് എനിക്ക് കഴിയും. പക്ഷെ ബിഷപ്പ് പറയണ, എടോ അതെങ്ങനെ സാധിക്കും? കാരണം 2 എണ്ണം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ. നിന്റെ കയ്യിലുള്ളത് കൂടെ തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇത് വെച്ച് ഉണ്ടാക്കിക്കൂടെ? എന്തൊക്കെ പറഞ്ഞിട്ട് ഞോളൻ നടക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ജോണ് പറയണേ, എന്തായാലും ഇവളിപ്പോ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനി ഇവളെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. കുറെ കാലമായി ബിഷപ്പ് എന്ന പേരിൽ ഇവൾ ഒരുപാട് മോഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇവളെ ഞാൻ അറസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ FBI കയ്യിൽ ഇവളെ ഏൽപ്പിക്കുകയും ചെയ്യും. സോ എന്റെ മാനും അതുപോലെ തന്നെ FBI മാനും ഞാൻ ഇതിലൂടെ തിരിച്ചുപിടിക്കും. ഇതും പറഞ്ഞ് വിലങ്ങെടുത്തുകൊണ്ട് ബിഷപ്പിന്റെ അടുത്തേക്ക് ജോണ് ചെല്ലുകയാണ്. അവളുടെ കയ്യിൽ ആ ഒരു വിലങ്ങ് വെക്കുകയാണ്. അവൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യും എന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് എന്താണെന്നറിയില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കിസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഒന്നും തിരിയാതെ നമ്മുടെ ഞോളിനെ അങ്ങനെ വായം പൊളച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താ ഇവിടെ ഈ സംഭവിക്കുന്നത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലാന്നേ. കൂടുതലായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ഈ ബിഷപ്പ് എന്ന പേരിൽ ഒരുപാട് വലിയ മോഷണങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വിലയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ടല്ലോ. ഇതെല്ലാം ബിഷപ്പ് എന്ന പേരിൽ ഒരാളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബിഷപ്പ് അതൊരാളല്ല, അത് 2 പേരാണ്. നമ്മുടെ ഈ ഒരു ജോണും പിന്നെ ഈ പെണ്ണും. അധികം വൈകാതെ 2 പേരും വിവാഹം കഴിക്കാനും കൂടെ പോവുകയാണ്. അപ്പൊ ഇത്രയും കാലം ഒരുമിച്ച് നിന്നുകൊണ്ട് ഞോളന്റെ ആസനത്തിൽ തന്നെ സുണ്ണാമ്പ് തേക്കുകയായിരുന്നു ജോൺ. കാരണം അവന്റെ വായിൽ നിന്ന് തന്നെ ഈ കാര്യം, ഈ രഹസ്യം മനസ്സിലാക്കണം. 3ാമത്തെ എഗ്ഗ് അതെവിടെയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞോളന്റെ കയ്യിൽ നിന്നും ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അത് ബിഷപ്പ് അന്ന് ആ ഒരു വണ്ടിയിൽ വെച്ച് രാത്രി അടിച്ചു മാറ്റിയില്ലേ. സത്യം പറഞ്ഞാൽ അത് ജോൺ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്ലാൻ അവിടെ എക്സിക്യൂട്ട് ചെയ്തത്. പിന്നെ ആ 2ാമത്തെ എഗ്ഗും ഇവരുടെ കൈക്കലായല്ലോ. അപ്പൊ 3ാമത്തേത് അത് ഞോളൻ വഴി അല്ലാതെ ഇവർക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ജോൺ ഞോളനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയതും അവൻ വഴി ഇങ്ങോട്ടേക്ക് വന്നതും. എന്ന് ഇപ്പോഴും ഞോളന് സംശയം മാറുന്നില്ല. അന്ന് അവിടെ വെച്ച് ഇവർ 2 പേരും കെട്ടിയിട്ട് ഷോക്ക് അടുപ്പിച്ച് ടോർച്ചർ ചെയ്തായിരുന്നല്ലോ, അതായത് ജോണിനെയൊക്കെ. അപ്പൊ അത് റിയൽ അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്തത് ആരാണ്? ഈ ഒരു ബിഷപ്പ്, ഇവളാണ്. അപ്പൊ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഷോക്കാണ് കൊടുത്തത്. മാത്രമല്ല അതേ നേരം തന്നെ ജോണിന്റെ കയ്യിൽ ഒരു ചാവിയും കൊടുത്തായിരുന്നു, ആ വിലങ്ങ് അഴിക്കാനുള്ള ചാവി. അങ്ങനെയാണ് വിലങ്ങ് അഴിച്ചതും ആ ഒരു വെപ്പൺ ഡീലർ അടിച്ചു വീഴ്ത്തി അവരവിടുന്ന് രക്ഷപ്പെടുന്നതും. അല്ലാതെ അയാൾ ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റ് തട്ടിയിട്ട് ആ വിലങ്ങ് പൊട്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ഞോളന്റെ കയ്യിൽ ആ ഒരു 3ാമത്തെ എഗ്ഗ് കൂടെ തരാൻ പറയുമ്പോൾ തരൂല, ഞാൻ തരൂല എന്ന് പറയാണ്. ഇങ്ങനെ ഒരു ചതി ഞോളം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബിഷപ്പ് ഒന്നും നോക്കിയില്ല, അവന്റെ ചെവിയുടെ സൈഡ് കൂടെ ഒരു ബുള്ളറ്റ് അങ്ങ് പായിപ്പിക്കുകയാണ്. ജീവൻ പോകുന്ന പേടിയുള്ളത് കൊണ്ട് തന്നെ നോളൻ ഇപ്പോൾ ഇത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല അവിടെ തന്നെ നോളനെ ഇവർ കെട്ടിയിടുന്നുണ്ട്. അതുപോലെ ജോൺ ഒരു കാര്യം പറയുന്നുണ്ട്, നോള നിനക്ക് ഇത്ര സ്നേഹം എന്നോട്
ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ഈ എഗ്ഗ് പുറത്ത് വെച്ച് നീ എന്നെ രക്ഷപ്പെടുത്താൻ വെള്ളത്തിലേക്ക് വരുമെന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇതിനുശേഷം ജോണിന്റെയും ഈ ബിഷപ്പിന്റെയും കയ്യിലേക്ക് ആ ഒരു 3 എഗ്ഗ് വന്നല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈ ബിഷപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്, ഒരു കള്ളന്റെ പേരാണ്. എന്നാൽ ആ കള്ളൻ അത് ഒരാളല്ല, അത് രണ്ടാളെന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. എന്നാലും തുടക്കം മുതലേ ആ ഒരു പെണ്ണിനെ നമ്മൾ ബിഷപ്പ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ജോണും ബിഷപ്പും തന്നെ പറയാം. അപ്പൊ ഇവര് രണ്ടുപേരും ഈ 3 എഗ്ഗ് വിൽക്കാൻ നോക്കിയത് ഈജിപ്തിലെ തന്നെ ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരാൾക്കാണ്. ഇയാളുടെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പോവാണ്. സോ തന്റെ മകൾ എന്താ ക്ലിയോപാട്രയാണ്. അപ്പൊ ആഡംബരമായിട്ട് ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ആ കല്യാണം നടത്തണം. അപ്പൊ മകളുടെ ഗിഫ്റ്റ് ആയിട്ട് ആ സാധനം പരിപാടിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഈ പണക്കാരന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ 3 എഗ്ഗ് ഇത്രയും വില കൊടുത്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ മനുഷ്യനെയും കാണിക്കുകയാണ്, കല്യാണ പെണ്ണിനെയും കാണിക്കുകയാണ്. ഭയങ്കര സെറ്റപ്പിലാണ് എഗ്ഗ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇതേ നേരം തന്നെ ഇത് കണ്ട് അത്ഭുതപ്പെട്ട ആ ഒരു കല്യാണ പെണ്ണ് ആഹാ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആശ്ചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ പാട്ട് പാടാനായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് സിംഗറാണ്. ഇവനെ കണ്ടപാട് ഈ പെണ്ണ് ഇവനിവിടെ പാട്ട് പാടാൻ വന്നിനോ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആ ഒരു മുട്ടയുടെ ശ്രദ്ധയൊക്കെ മാറി നേരെ ആ ചെറുക്കന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ FBI പോലീസുകാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. 3 എഗ്ഗിനെയും അവിടെ വെച്ച് അവർ റിക്കവർ ചെയ്യാണ്. പാവം ഈ പണക്കാരനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ഫംഗ്ഷനിൽ തന്നെ ഓൾറെഡി നമ്മുടെ ജോണും ഉണ്ട്, ബിഷപ്പും ഉണ്ട് കേട്ടാ. ഇവര് തന്നെയാണ് ഉർവശിക്ക് ഈ ഒരു വിവരം കൊടുത്തതും അവരിങ്ങോട്ടേക്ക് വന്നതും ഇതെല്ലാം ഇവിടുന്ന് റിക്കവറായി കൊണ്ടുവന്നതും. എന്നാൽ ആ 2000 കോടി അക്കൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ജോണും ബിഷപ്പും ഈ ഒരു കാര്യം ലീക്ക് ചെയ്ത് കൊടുത്തത്. എന്തായാലും അതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി. ഒരു വലിയ ട്രഷറാണ്, അത് ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ജോണും ബിഷപ്പും ഇതുപോലെ ഇയാൾ ഒറ്റ കൊടുത്തത്. എന്നാലും അയാളുടെ കാശ് മേടിച്ച് അയാൾക്ക് തന്നെ പണി കൊടുക്കാന്ന് പറയുന്നത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയല്ലേ. എന്തൊക്കെയായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്തോ സർഡിയാന എന്ന പേരുള്ള ഏതോ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ജോണും ബിഷപ്പും രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഹണിമൂണൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കയ്യിൽ ഇഷ്ടമാതിരി കാശുണ്ടല്ലോ, ഒരു പ്രൈവറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ രണ്ടുപേരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ നോളൻ തന്നെ. എടാ കാട്ടുപോത്തെ, നീ ഇപ്പൊ എവിടുന്ന ഇങ്ങോട്ടേക്ക് എത്തിയത്? നീ എങ്ങനെയാണ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേ ചോദിക്കുമ്പോൾ ഈ നോളനെ ആ മരത്തിൽ ജോൺ കെട്ടിയിട്ടായിരുന്നല്ലോ. അങ്ങോട്ടേക്ക് അപ്പോൾ ഉർവശിയും ടീമും വന്നു. അവിടുന്ന് അവനെ കൈയോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ എപ്പോഴും വായിലൊരു പിന്ന് വെച്ച് നടക്കുന്ന നോളന് ആ വിലങ്ങ് അഴിക്കുക എന്ന് പറയുന്നത് അത്ര ടഫായിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ലായിരുന്നു. നൈസായിട്ട് തന്നെ അവൻ രക്ഷപ്പെട്ടു. എന്നാൽ അവനിട്ട് ഈ പണി കൊടുത്ത ജോണിനെയും ബിഷപ്പിനെയും പെടുത്തേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നോളൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ഓൾറെഡി ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ആ വിവരം ഉർവശിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉർവശിയും ടീം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പണി തന്നു കഴിഞ്ഞിട്ടാണല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജോണും ബിഷപ്പും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നോളൻ പറയാണ്, ആ പണി തന്നിട്ടുണ്ട്, പക്ഷേ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്. ദാ എന്റെ ചെറിയൊരു ബോട്ട് ഇതാ അപ്പുറം കിടക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാട്ടോ, എന്നാണല്ലോ ഒരു കണ്ടീഷൻ. ഇപ്പൊ നിങ്ങൾ കൈവച്ച ഈ 3 എഗ്ഗ് ഉണ്ടല്ലോ, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയൊരു സാധനം അതിലേക്കാണ് ഇനി എന്റെ കണ്ണ്. അപ്പൊ എന്റെ കൂടെ വന്ന് നല്ല കുട്ടികളായിട്ട് ആ ഒരു ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ, അല്ല ചെയ്ത് തീർക്കാന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ വാ എന്റെ കൂടെ ഈ ഒരു ബോട്ടിൽ കയറാന്ന് പറയണം. ഇപ്പൊ ബിഷപ്പും നമ്മുടെ ജോണും മുഖത്തോട് മുഖം നോക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ ഉർവശിയുടെ ആളുകൾ ഈ ഒരു വലിയ ബോട്ടിലേക്ക് വന്നു. മുഴുവനായിട്ട് മരിച്ച് പരിശോധിക്കുന്നുണ്ട്. എവിടെ ജോണും ഇല്ല, ബിഷപ്പും ഇല്ല, നോളനും ഇല്ല. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നോളൻ, ജോൺ, ബിഷപ്പ് 3 പേരും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് ഏതോ വലിയൊരു നഗരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് അവരുടെ ആ ഒരു അടുത്ത വലിയ മോഷണം നടത്താൻ പോകുന്നത്. അതെന്താണ്, ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കുക, ഇതൊന്നും ഇനി നമുക്കറിയില്ല. അടുത്ത ഭാഗം വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്ത ഭാഗത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.